നമ്മളിപ്പോൾ CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണമാണ്. അത് തത്സമയം പ്രേക്ഷകർക്ക് നൽകുകയാണ്. നമുക്കൊപ്പം ശരത് കെ ശശി കൂടി ചേരുന്നുണ്ട്. ശരത് കെ ശശി, ഇത് ഏത് CCTV ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത്? നേരത്തെ ശരത്ത് സൂചിപ്പിച്ച പോലീസിന്റെ കൈവശമുള്ള ശംഖുമുഖം ഭാഗത്തേക്കുള്ള CCTV ആണോ, അതല്ല ബ്രഹ്മോസിന്റെ CCTV ആണോ, മറ്റേതെങ്കിലും കടകളിലെ CCTV ദൃശ്യമാണോ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്? ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ആ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. എനിക്ക് തോന്നുന്നു ക്യാമറാമാന് അതിൻ്റെ ക്ലോസ് ആയ ദൃശ്യങ്ങൾ മാത്രം നൽകിയാൽ മതിയാവും. ഫ്രെയിമിൻ്റെ ക്ലോസ് ആയ ദൃശ്യങ്ങൾ മാത്രം. ശരത്ത്, CCTV ദൃശ്യങ്ങൾ എവിടുത്തെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്? അരുൺകുമാർ, ഇത് വേളി റോഡിലുള്ള ഒരു കോൺക്രീറ്റ് കടയുടെ അടുത്താണ് ഈ CCTV വിഷ്വൽസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റ് കട്ടിങ്ങിൻ്റെ ഒരു കട ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ പോലീസിൻ്റെ പരിശോധന. പൂന്തുറ പോലീസാണ് ഇവിടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. ഈ വേളി റോഡ് എന്ന് പറയുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നിന്നും ഏകദേശം ഒരു 350 മീറ്റർ ദൂരം മാത്രമാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെയും കൊണ്ട് ഈ വേളി ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് പൂന്തുറ പോലീസ് ഇപ്പോൾ ഇവിടെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. ഏകദേശം 12 മണിക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. പൂന്തുറ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഒരു 25 മിനിറ്റായി ഈ കോൺക്രീറ്റ് കട്ടിംഗ് കടയിൽ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചില സാധ്യതകൾ ഈ പോലീസ് ഡോഗ് ബ്രഹ്മോസ് ഭാഗത്തേക്ക് പോയി എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. എങ്കിലും എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ നേരെ എതിർഭാഗത്തുള്ള എതിർദിശയിലുള്ള വേളി റൂട്ടിലൂടെയും പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 സംഘങ്ങളായി തിരഞ്ഞുള്ള പരിശോധനയാണ്. അതിൽ ഒരു സംഘം ഇപ്പോൾ ഈ വേളി ഭാഗത്തേക്ക് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ കോൺക്രീറ്റ് കട്ടിംഗ് കടയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലൂടെ വേളി ഭാഗത്തേക്ക് കുട്ടിയെയും കൊണ്ട് കടന്നു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാകും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരുന്ന് തന്നെ പോലീസ് ഈ പരിശോധന മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കാവുന്നതാണ്. ഒരു ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു CCTV ദൃശ്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്രെയിമും നമുക്ക് പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ്. ശരത്ത്, ആ വഴി പോകുന്ന സ്കൂട്ടറുകൾ പോസ് ചെയ്തുകൊണ്ട് പരിശോധന ഇപ്പോൾ തുടരുകയാണ്. വേളി ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങളാണ് ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടാവുക. 12 മണിക്ക് ശേഷമുള്ള ഇത്തരത്തിലുള്ള സ്കൂട്ടർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങളുടെ പരിശോധനയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇനി മറ്റു ദൃശ്യങ്ങളിലേക്ക് കൂടി പോകണം. ഈ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കൊടുക്കാവുന്നതാണ്. കാരണം ആ ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് സംശയിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ആക്റ്റീവ സ്കൂട്ടർ, അതാണ് ഇപ്പോൾ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്റ്റീവ സ്കൂട്ടറിലാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെങ്കിൽ പരിസരത്ത് എവിടെയെങ്കിലും ആ സ്കൂട്ടർ കാണുന്നുണ്ടോ, ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടോ? തിരുവനന്തപുരത്ത് ഈ ഭാഗങ്ങളിലൊക്കെയുള്ള എല്ലാ കടക്കാരോടുമുള്ള നമ്മളുടെ അഭ്യർത്ഥന കൂടിയാണ്. നിങ്ങളുടെ കടകളിൽ CCTV ദൃശ്യങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ആക്റ്റീവ സ്കൂട്ടർ ഇന്ന് പുലർച്ചെ 12 മണിക്കു ശേഷം, അർദ്ധരാത്രി 12 മണിക്കു ശേഷം അങ്ങനെ ഒരു സ്കൂട്ടർ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർ വിളിച്ചറിയിക്കുക. പോലീസ് ഉടൻ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. 5 അംഗ പോലീസ് സംഘമാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിലായുള്ള തിരച്ചിൽ തുടരുകയാണ്. എനിക്ക് ശ്രീജിത്തിലേക്കും പിയ പ്രവീണിലേക്കും അഞ്ജുവിലേക്കും ഒന്ന് പോകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് ലഭിക്കുന്നു. ഇന്നിപ്പോൾ 2 മണിക്ക് 1 മണിക്ക് 12 മണിക്കും ഇടയിലായിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇപ്പോൾ സംഭവം നടന്ന് ഏകദേശം 8 മണിക്കൂർ പൂർത്തിയായിരിക്കുന്നുവെന്നാണ് FIR-ൽ പറയുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് വരാം. കുഞ്ഞിനെ തിരയുകയാണ് ഇപ്പോൾ പോലീസിൻ്റെ 5 അംഗ സംഘമുള്ളത്. കുഞ്ഞിൻ്റെ പിതാവ് തേൻ ശേഖരിച്ച് ജീവിക്കുന്ന നാടോടി സംഘത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ ആ സ്ഥലത്ത് നേരത്തെ ശ്രീജിത്ത് കുഞ്ഞിനെ ഉറക്കിയിരുന്ന, ഈ കുടുംബം ഉറങ്ങിയിരുന്ന തുറസായ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. അവിടുത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. 4 കുഞ്ഞുങ്ങളാണ് ഈ കുടുംബത്തിനുള്ളത്. ആ 4 കുഞ്ഞുങ്ങളിൽ ഏറ്റവും ഇളയ കുഞ്ഞായ മേരി, 2 വയസ്സുകാരിയായ മേരിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുള്ളത് കുഞ്ഞിനെക്കുറിച്ച് അറിയാവുന്നവരാണോ എന്നതാണ് നമ്മൾ നോക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം, നമ്മളുടെ വാർത്താ സംഘം സമഗ്രമായ റിപ്പോർട്ടുകളുമായി തത്സമയം പ്രേക്ഷകർക്കൊപ്പമുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് ശ്രീജിത്ത് ഇപ്പോൾ അന്വേഷണം
അന്വേഷണ സംഘത്തോടൊപ്പമാണുള്ളത്. പിയ പ്രവീണ പോലീസ് സ്റ്റേഷനിലാണ്, ശരത്ത് ഉള്ളത് CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണ സംഘത്തോടൊപ്പമാണ്. അഞ്ജു ജയപ്രകാശ് അന്വേഷണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം തത്സമയം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ പോലീസ് ഈ പൊന്തക്കാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം രണ്ടാമതും ഈ ഓൾ സെയിൻസ് കോളേജിന്റെ പരിസരത്ത് തുടർന്നിരുന്നു. എന്തെങ്കിലും സൂചനയുടെ അടിസ്ഥാനത്തിലാണോ പോലീസ് രണ്ടാം വട്ടവും ഓൾ സെയിൻസ് കോളേജിന്റെ ക്യാമ്പസിന്റെ ഉള്ളിലെ തുറസായ ഇടങ്ങൾ പരിശോധിച്ചത്? ഇപ്പോൾ അവിടുത്തെ അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ് പുറത്തിറങ്ങിയോ? അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല. ഓൾ സെയിൻസ് കോളേജിൻ്റെ തെക്ക് ഭാഗത്ത്, അതായത് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെയും റെയിൽവേ ട്രാക്കിൻ്റെയും ഇടയിലുള്ള ഭാഗത്താണ് ഇപ്പോൾ പോലീസ് ആ ഭാഗത്താണ് പരിശോധന നടത്തുന്നത്. ഇതിൻ്റെ പിൻഭാഗത്തൊരു ഗേറ്റുമുണ്ട്. ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ രണ്ടാം വട്ടം ഈ ഓൾ സെയിൻസ് കോളേജിലെ ജീവനക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പോയി പോലീസ് അന്വേഷിച്ചാണ് ഈ 2 വയസ്സുകാരി കുട്ടിയായതുകൊണ്ട് ഒളിപ്പിക്കാനും മറ്റും ചെറിയ സ്ഥലം, ചെറിയ സാധ്യതകൾ മതി എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും പഴുതടച്ചുള്ള ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഓൾ സെയിൻസ് കോളേജിലെ ജീവനക്കാർ താമസിക്കുന്ന സ്ഥലത്തും പോലീസ് പരിശോധന നടത്തിയത്. അവർ താമസിക്കുന്ന മുറിയടക്കം കയറി പരിശോധിച്ചിരുന്നു. എന്നാൽ സംശയകരമായ സാഹചര്യത്തിലുള്ള ഒരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് പോലീസുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം, ഇന്നലെ രാത്രി ഈ 12:30 മണിക്ക് ശേഷമാണ് കുട്ടിയെ കാണാതാകുന്നത്. സ്കൂട്ടറിലെത്തിയ ഒരാൾ മിഠായി കാണിച്ച് കുട്ടിയെ വിളിച്ചു എന്നാണ് ഈ സഹോദരനായ കുട്ടിയുടെ മൊഴി. ആ കുട്ടി വളരെ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, ഈ സ്കൂട്ടറിലെത്തിയ ആളുകൾ മിഠായി കാണിച്ച് കൊണ്ടുപോയി തന്നെയും വിളിച്ചു, എന്നാൽ പിന്നെ ഈ അനിയത്തിയെ കൊണ്ടുപോവുകയാണ് ചെയ്തതെന്നാണ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ കുട്ടിയുടെ സഹോദരൻ പറയുന്നത്. അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കുട്ടി ഉറപ്പിച്ച് തന്നെ പറയുകയാണ്, ഇങ്ങനെ സ്കൂട്ടറിൽ വന്ന ആളാണ്, വന്നവർ മിഠായി കാണിച്ച് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഈ കുട്ടിയെ വിളിച്ചു എന്നാണ് പറയുന്നത്. അവൻ പോയില്ല. ഈ കുട്ടിയെ മിഠായി കാണിച്ച് 2 വയസ്സുകാരിയെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നാൽ അത് എത്രത്തോളം വിശ്വസനീയമാണോ എന്നൊക്കെ കാര്യത്തിൽ പോലീസിന് സംശയങ്ങളുണ്ട്. മാത്രമല്ല, ഈ രാത്രിയിൽ മിഠായി കാണിച്ചു എന്ന് പറയുന്നത് പോലും അതിലും അത്തരം കാര്യങ്ങളും ഒരു പോലീസിന് ചില സംശയങ്ങളുണ്ട്. മാത്രമല്ല, അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ അപരിചിതരായ ഒരാൾ വന്ന് വിളിച്ചുണർത്തി മിഠായി കാണിച്ച് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് മൊഴി. ആ മൊഴിയിൽ കുറച്ച് സംശയമുണ്ടെങ്കിലും അത് ഈ കുഞ്ഞിന്റെ ദൃക്സാക്ഷി മൊഴിയാണ്. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീജിത്ത്, ഇപ്പോൾ റോഷി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? റോഷി. അരുൺകുമാർ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കുട്ടിയുടെ പിതാവുമായി ഏറെ അടുപ്പമുള്ള, കുട്ടിയുമായി അടുപ്പമുള്ള ഒരു വ്യക്തിയുണ്ട്. വിൻസെന്റ് ആണ്, ഓട്ടോ ഡ്രൈവറാണ് ഈ പ്രദേശത്ത്. ഇദ്ദേഹമാണ് കുട്ടിയുടെ പിതാവിനൊപ്പം ഇവരെ കാട്ടിലേക്ക്, ഇത് നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ തേൻ ശേഖരിച്ചാണ് ഇവർ ജീവിക്കുന്നത്. ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് ഇവർ ഇവിടെ എത്തിയതെന്ന് വിൻസെന്റ് പറയുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, എത്ര മുമ്പാണ്, എപ്പോഴാണ് നിങ്ങൾ ഈ കുടുംബത്തെ പരിചയപ്പെട്ടത്? ഇവരുമായിട്ട് പരിചയപ്പെട്ട് 2 ആഴ്ചയാവും. 2 ആഴ്ച മുമ്പാണ് ഇവരോട് എത്തിയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഓട്ടോ വരുമ്പോൾ എന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർക്ക് ഞായറാഴ്ച എന്നാൽ അവധിയായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ കോൾ ചെയ്യപ്പോൾ പറഞ്ഞു കൊച്ച് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇവർ നിങ്ങൾ ഓട്ടോയിൽ എങ്ങോട്ടേക്കാണ് പോവാറുള്ളത്? സാധാരണ ഇവർ ഓരോ ദിവസത്തെ സൈറ്റ് കണ്ടെത്തി വെച്ചേക്കും. അപ്പോൾ ഓരോ ഫ്ലാറ്റിൽ പോയിട്ടാണ് ഇവർ തേൻ എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമൊക്കെ പോയത് വട്ടപ്പാറ ആ റൂട്ടൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം, ഇങ്ങനെയുള്ള റൂട്ടുകളിലാണ് പോകാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കുന്ന സമയത്ത് ഞാനിവിടെ തള്ളവരെ കൊണ്ടുപോകാറുണ്ട്. ഇവർ അങ്ങോട്ട് 2 ആഴ്ച കൂടുതൽ അവരപ്പോൾ അച്ഛനും അമ്മ കുട്ടികൾ മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇവിടെ താമസം. ഈ പകൽ സമയങ്ങളിൽ ഇവർ ജോലിക്ക് പോകുമ്പോൾ, തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ ഒപ്പം കുട്ടികളെ കൂട്ടാറുണ്ടോ? ഇല്ലല്ലോ, കുട്ടികളെ കൂട്ടാറില്ല. അവർ ഫാമിലി എല്ലാം ഇവിടെ ആയിരിക്കും. ഈ എടുക്കുന്ന പയ്യന്മാർ മാത്രമേ കൂടെ വരാറുള്ളൂ. അവർ മാത്രമല്ല, അവർ 4 പേരുണ്ടാവും. അതായത് പിതാവ് അമീർ അല്ലേ? പിതാവ് അമീർ എന്നാണ് പുള്ളിയുടെ പേര്, അദ്ദേഹത്തിന്റെ പേര്. എവിടുത്തുകാരനാ നിങ്ങളെടുത്ത്? ഒഡീഷ എന്നാണ് എന്നോട് പറഞ്ഞത്. ഒഡീഷക്കാരാണെന്ന് പറഞ്ഞു. ഒഡീഷയാണ് അല്ലേ? ഓക്കെ. അവർ തേൻ ശേഖരിച്ച് അവർ എവിടെയാണ് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇത് അവിടെ തന്നെ എടുക്കുന്ന സ്ഥലത്ത് തന്നെ അവർ സെയിൽ ചെയ്യുകയാണ്. വേറെ മറ്റുള്ള സെയിലില്ല. ഇല്ല. അപ്പൊ നിങ്ങൾ ഈ തേൻ ശേഖരിക്കാൻ അവിടെ കൊണ്ടുവിടുന്നു, അവിടെ കാത്തിരിക്കും, തിരിച്ച് അവരെ ഈ സ്ഥലത്തേക്ക് എത്തിക്കും. ആ സമയം വരെ ഈ കുട്ടി ഇവിടെ തന്നെയാണ് ഉണ്ടാവുക? കുട്ടിയും ഫാമിലിയും എല്ലാം ഇവിടെ തന്നെയാണ്. വൈകുന്നേരം വരെ എന്തായാലും ഇവിടെ തന്നെയാണ്. പിന്നെ അതിനുശേഷം ഇവർ ഇവിടെ തന്നെയാണ്, ടോട്ടലി ഇവിടെ തന്നെയാണ് താമസവും മറ്റുള്ള എല്ലാം ഇവിടെ തന്നെയാണ്. അവസാനം നിങ്ങൾക്കൊപ്പം പിതാവ് എപ്പോഴാണ് വന്നത്? നിങ്ങൾ ഓട്ടോയിലേക്ക് എപ്പോഴാണ് കയറിയത്? ശനിയാഴ്ചയായിരുന്നു ഞാൻ ഇവരെ കണ്ടത്. ശനിയാഴ്ച വൈകിട്ട് ഞാനിവിടെ ഓട്ടം കഴിഞ്ഞിട്ട് കൊണ്ടാക്കിയിട്ട് ഞാൻ പോവുകയായിരുന്നു. അതിനുശേഷം രാവിലെയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. രാവിലെ ഞാൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് കൊച്ചു മിസ്സിംഗ് ആണെന്നുള്ളത്. അതാണ് ഞാനിവിടെ എന്താ തിരക്കാനായിട്ട് വന്നത്. ഇന്ന് ഓട്ടോ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചേട്ടൻ വിളിച്ചത്? അതെ, സാധാരണ എന്നെ വിളിക്കാറുണ്ട് രാവിലെ. അപ്പോൾ ഇന്നത്തെ ദിവസം വിളി വന്നിട്ടില്ല.
അതിനെന്താ ചോദിക്കാൻ വിളിച്ചപ്പോഴേ കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. കുട്ടിയെ നന്നായി അറിയാം. അല്ല, 3 കുട്ടികളെ അറിയാം, നല്ല പിള്ളേരെ അറിയാം. ഓക്കെ, എന്തെങ്കിലും ഇൻഫർമേഷൻ ഈ ഭാഗത്ത് നിന്ന് കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുട്ടിയെ നന്നായി, നമ്മളൊക്കെ കുട്ടിയുടെ ചിത്രം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് കുട്ടിയുടെ രൂപവും കുട്ടി ധരിക്കുന്ന മറ്റു വസ്ത്രങ്ങളും എല്ലാം അറിയുന്ന വ്യക്തികളിൽ ഒരാളാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്. തെരച്ചിലാണോ ചേട്ടനും? അതെ, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ അതിൻ്റെ ഉറിയായിട്ട് തിരക്കുന്നതാണ്. ഞാൻ ഇവിടുത്തെ സ്റ്റാൻഡിലെ ഡ്രൈവറാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തിരക്കുന്നുണ്ട്. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ടത് വിൻസെന്റ് ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയെ ഏറ്റവും നന്നായി അറിയാവുന്ന, കാരണം ഈ കുടുംബം പിതാവിനെ ഉൾപ്പെടെ തേൻ ശേഖരിക്കാൻ പലയിടങ്ങളിലായി എത്തിക്കുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ കുട്ടി ഒക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. ഇവർ മാത്രം തേൻ ശേഖരിക്കാൻ പോയി തിരിച്ച് എത്തുന്ന പതിവാണ്. ആ ഘട്ടങ്ങളിലൊക്കെ കുട്ടിയെ അറിയാം. അതുകൊണ്ട് വിൻസെന്റ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്യാവശ്യമാണ്. പോലീസിന് ഏറ്റവും കൂടുതൽ കുട്ടിയെ കണ്ടെത്താനും മറ്റിടങ്ങളിൽ തിരച്ചിലിന് പോകുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ സഹായം നിർബന്ധമാണ്. കാരണം അദ്ദേഹം അവർ വരുന്നത് ഒഡീഷയിൽ നിന്നാണ്. പക്ഷേ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ച് അവർ ബീഹാർ സ്വദേശികളാണ് എന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കാം. ബീഹാർ സ്വദേശികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുഞ്ഞിന്റെ കൂടുതൽ രൂപത്തെക്കുറിച്ച് നമുക്ക് ആ ചിത്രങ്ങളിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞിനെ ഏറ്റവും ഒടുവിൽ കണ്ടതും ശനിയാഴ്ചയാണോ എന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിക്കൂ. വിൻസെന്റ് ഏട്ടൻ, കുട്ടിയിലും അന്ന് തിരിച്ചെത്തുമ്പോൾ, ഈ പിതാവിനെ തിരിച്ച് ഇവിടെ എത്തിക്കുമ്പോൾ അന്ന് ശനിയാഴ്ച കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ എല്ലാവരും, ഞാനതൊരു സവാരി പോകുമ്പോഴെല്ലാം എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തു വന്നിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ടെലിവിഷനിൽ കണ്ട ആ ഫോട്ടോ കണ്ടില്ലോ. ആ ഫോട്ടോയിലുള്ള അതേ രൂപത്തിലാണോ, അതിൽ എന്തെങ്കിലും രൂപമാറ്റം വന്നോ, അത് കുറച്ച് പഴയ ഫോട്ടോ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ കുറച്ചുകൂടി പഴയ ഫോട്ടോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രൂപമാറ്റം വന്നിട്ടുണ്ട് അതിനെ. അതെ. ചേട്ടന്റെ കയ്യിൽ അവരുടെ ഫോട്ടോസ് ഒന്നുമില്ല. ഞാൻ ഇവരെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഓക്കെ, മറ്റാരെങ്കിലും ഇവർ ചേട്ടനില്ലാത്ത ദിവസങ്ങളിൽ മറ്റാരെങ്കിലും തേൻ ശേഖരിക്കാൻ ഇവരെ കൊണ്ടുവിടാറുണ്ടോ? മറ്റാരെങ്കിലും ഇവർ പോകാറുണ്ട്. അത് ആരെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വരാത്ത ദിവസം ആരെങ്കിലും പോകാറുണ്ട്. പൊതുവെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് റോഷിപാൽ വിൻസെന്റ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഇവർ